ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതായത് ഒരു സൂപ്പർ അപ്സ്റ്റെയർ പൊളി വീടാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതാ വീടിൻ്റെ ഉള്ളിലെ കോമൺ ബാത്റൂമൊക്കെ പൊളിച്ച് അതിൻ്റെ ചുമരിലെ തേപ്പൊക്കെ അടർത്തി ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കിത് തേക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ തേക്കുന്നതിന് മുമ്പ് ചെറിയൊരു വർക്കുണ്ട്. എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ കോൺക്രീറ്റ് പൊളിച്ച സമയത്ത് ഇതിൻ്റെ ചുമരിലുണ്ടായിരുന്ന തേപ്പ് ഫുള്ളായിട്ട് പൊളിച്ചപ്പം ഇതിൻ്റെ ലിൻഡൽ ഒരു 2 സെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ചുമര് ചേർത്ത് കണ്ട് ആ ലിൻഡലൊക്കെ ഞങ്ങൾ കറക്റ്റ് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് തേക്കേണ്ട ഏരിയകളിലൊക്കെ കറക്റ്റ് നമ്മളിതാ കുമ്മായം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ പിടിപ്പിച്ച് വെച്ചാൽ നമുക്ക് തേക്കാൻ കുറച്ച് സുഖം ഉണ്ടാവും. പിന്നെ ഈ വാതിൽക്കട്ടിൽ, ഈ റൂമിലേക്ക് പോകുന്ന വാതിൽക്കട്ടിൽ എന്ന് പറഞ്ഞാൽ ലിൻഡലിനെ കാട്ടി 2 സെൻറ്റ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ സ്റ്റെപ്പാക്കി തേക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതാ ഈ നമ്മൾ പുതിയ വെച്ച ജനവാതിലിൻ്റെ ടോപ്പിലൊക്കെ ലിൻഡൽ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുമ്മായം വെച്ചിട്ട് ഒരു പലക വെച്ചിട്ട് തന്നെ കറക്റ്റ് പിടിപ്പിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ റോൾസ് നമ്മൾ ചെറുതാക്കി ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതാ തേപ്പ് തുടങ്ങാൻ പോവാണ്. പിന്നെ ഈ റൂമിലേക്ക് കയറുന്ന വാതിൽ കണ്ടില്ലേ, ഈ വാതിലിനെക്കാട്ടിയും പുറത്തേക്കാണ് ലിൻഡൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റെപ്പ് വേണ്ടെന്നാണ് പാർട്ടിൻ്റെ ഒരു ആവശ്യം. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേച്ചതിൻ്റെ ശേഷം വീടിൻ്റെ ഉള്ളിൽ പൊടി പാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ആ മെഷീൻ കൊണ്ട് ആ ഫ്ലോറിലുള്ള ടൈൽസിൻ്റെ വക്കൊക്കെ ഫുള്ളായിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 5:1 എന്നുള്ള റേഷ്യോ ഒരു 15 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് 15 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് നമ്മൾ 3 ചട്ടി സിമെൻറ്റ് ഇട്ട് കണ്ട് ഇതാ വീടിൻ്റെ കിണറിൻ്റെ കൊട്ടത്തളത്തിലൊക്കെ കുമ്മായൊക്കെ ഫുൾ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഇതിൻ്റെ ചുമര് തേക്കാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിൽ ഹൈറ്റ് ഇല്ല. അപ്പോൾ 2 കോണി 2 ചുമരിലേക്ക് ബെൻഡാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കോണി വെച്ചിട്ട് വാതിൽ കട്ടിലിൻ്റെ 2 പീസിൽ കയറി നിന്ന് കണ്ടാണ് നമ്മൾ ഈ ചുമരൊക്കെ തേക്കണത്. പിന്നെ അതുപോലെ നമ്മൾ ആ ചുമരിൽ നിൽക്കുന്ന ആ റൂമിലേക്ക് പോകുന്ന വാതിലിന് വാതിൽ കട്ടിലൊക്കെ ചെറിയൊരു ബെൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വാതിലിൻ്റെ പൊളി കറക്റ്റ് അടയണില്ല. അപ്പം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലാമ്പ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ടിക്ക് ഒരു ക്ലാമ്പും പാടെ വെക്കണമെന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ അതിൻ്റെ താഴത്ത് ഒരു ക്ലാമ്പും പാടെ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു വാതിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സൈഡിൽ 2 ക്ലാമ്പ് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ വാതിലുകളൊക്കെ ബെൻഡായി മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ക്ലാമ്പ് വെക്കുക. പിന്നെ ഈ കാണുന്ന ചുമരൊക്കെ പഴയ ഇളങ്കല്ല് ചുമരായതുകൊണ്ട് നമ്മൾ നല്ല നനച്ചിട്ട് ഗ്രൗട്ട് അടിച്ചുകൊണ്ട് മാത്രമേ തേക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ ആ സൈറ്റിൽ ഏകദേശം വലിയ ചുമരിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഏരിയയിൽ ചെറിയ ഒരു വക്ക് പിടിക്കാണ്ട് അത് പിടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ നമ്മളിതാ ഈ ബാത്റൂം വീടിൻ്റെ പുറത്തുണ്ടായിരുന്ന അകത്തേക്ക് ആക്കിയിട്ടുള്ള കോമൺ ബാത്റൂമിൻ്റെ ആ വക്കൊക്കെ നമ്മൾ കറക്റ്റ് പിടിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോമൺ ബാത്റൂമിൻ്റെ ഫ്ലോർ വർക്കാണ്. അതായത് ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്കിതാ ഈ സാധാ ഫ്ലോറിൽ നിന്ന് ഒരു 3 ഇഞ്ച് കന വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ടൈൽസ് ഫുള്ളായിട്ട് പൊളിച്ച് ഒഴിവാക്കിയിട്ടില്ല. ആ ടൈൽസ് ഫുള്ളായിട്ട് ഗ്രിപ്പ് ആമറോണ്ടൊക്കെ അടിച്ച് ഗ്രിപ്പാക്കിയതിൻ്റെ ശേഷം ഗ്രൗട്ടിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് കനം മൈനസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച്. അതായത് ഇനി ഇതിൻ്റെ മുകളിൽ കുമ്മായം പരത്തിക്കാണ്ട് കറക്റ്റ് ടൈൽസ് വെച്ചാൽ ഈ ഫ്ലോറിലുള്ള ടൈൽസിനോട് കറക്റ്റായിട്ട് വരും. ആ ഒരു ലെവലിൽ നമ്മളൊരു 1.5 ഇഞ്ച് മൈനസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്താ വെച്ചാൽ ഈ കാണുന്ന ബാത്റൂം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തുണ്ടായിരുന്ന ബാത്റൂം വീടിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച്ഡ് ആക്കി മാറ്റിയ ബാത്റൂമാണിത്. ഇതാണ് ഇപ്പം ഈ വീടിൻ്റെ കോമൺ ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ കാണാൻ കഴിയും ക്ലോസറ്റൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത സമയത്ത് അളവിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിതാ ഈ കാണുന്ന ഫ്ലോറിൽ നിന്ന് കറക്റ്റ് ആ ക്ലോസറ്റിൻ്റെ ടോപ്പ് ലെവലിലേക്ക് ഒരു 4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസാണ് പാടുള്ളൂ. പക്ഷേ അവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതാ ഈ ക്ലോസറ്റ് ഊരിയെടുത്തിട്ട് ഒരു റീഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അപ്പം ഇതുപോലെ പുതിയ വെച്ച ക്ലോസറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എടുക്കുന്ന സമയത്ത് നമ്മളിതാ ആമറൊക്കെ വെച്ചിട്ട് അതിൻ്റെ കോൺക്രീറ്റൊക്കെ ചെറുങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ കേട് വരുത്താത്ത കോലത്തിൽ തന്നെ ക്ലോസറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ആ ക്ലോസറ്റിൻ്റെ ഒരു ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കറക്റ്റ് കണ്ടോ, പഴയ ക്ലോസറ്റിൻ്റെ ഫ്രെയിമിൽ തന്നെ നമ്മൾ 2 ഇഞ്ച് കനത്തിൽ കുമ്മായിട്ട് പൊന്തിച്ചിട്ട് ക്ലോസറ്റ് വെക്കുക എന്നുള്ളൊരു ഐഡിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് ക്ലോസറ്റിൻ്റെ അടിയിലെ കുമ്മായം കറക്റ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം വെച്ചിട്ട് നമ്മൾ നോക്കുക.
അത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്തുകൊണ്ട് കറക്റ്റ് ഷേപ്പാക്കി വെച്ചാൽ മതി. അത് പ്രശ്നമുള്ള കാര്യമില്ല. ഒരൊറ്റ വെക്കൽ തന്നെ കറക്റ്റ് ക്ലോസറ്റ് സെറ്റ് ആയിക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വട്ടം വെച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ക്ലോസറ്റൊക്കെ സെറ്റായെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫിറ്റാക്കിയാൽ മതി. ഇപ്പോൾ ആ ക്ലോസറ്റ് ഇവിടെ സെറ്റാക്കി നമ്മൾ ഈ കാണുന്ന 6 അടിക്കോലിൻ്റെ മുകളിൽ ഒരു സ്പിറ്റ് ലെവൽ വെച്ച് നോക്കിയതാണ്. അപ്പോൾ അത് കറക്റ്റ് ലെവലാട്ടോ. ആ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്ലോസറ്റിൻ്റെ വക്കിലേക്ക് ഇതാ കറക്റ്റ് ഒരു 4 ഇഞ്ച് കണ്ടോ. ഇപ്പം ഏകദേശം കറക്റ്റ് 4 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇവിടെ 6 ഇഞ്ച് ഉണ്ടായിരുന്നു കണ്ടോ. അതിപ്പോൾ ഞങ്ങൾ കറക്റ്റ് 4 ഇഞ്ചാക്കി മാറ്റി. ഇനി നമുക്ക് ആ ക്ലോസറ്റ് ഒന്ന് കറക്റ്റ് ഫിറ്റാക്കിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ ഈ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൻ്റെ ഏരിയ അതുപോലെ കുളിക്കുന്ന ഏരിയ ഒരു സ്റ്റെപ്പാക്കി മാറ്റണം എന്നാണ് ഇവിടുത്തെ പാർട്ടിൻ്റെ ആവശ്യം. അതുകൊണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ ഏകദേശം ക്ലോസറ്റിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ആ ക്ലോസറ്റിൻ്റെ ടോപ്പ് ലെവലിൽ ഒരു ഫിറ്റ് ലെവൽ വെച്ചിട്ട് ആ ഫ്ലോറിൽ ഇതാ ഒരു മാല് കുമ്മായം കൊണ്ട് ഒരു മാല് വെച്ച്, അതായത് 4 ഇഞ്ച് കനം മൈനസ് ആക്കിയിട്ട് ഒരു മാല് വെച്ചിട്ട് ആ മാലിൽ നിന്ന് ഒരു 6 അടിക്കോൽമേൽ ഫിറ്റ് ലെവൽ വെച്ച് കണ്ട് ഈ സൈഡിലും ഒരു മാല് വെച്ച്, അത് നമുക്ക് വാട്ടർ ലെവലൊക്കെ പിടിക്കണേക്കാട്ടി പകരം ഇതുപോലത്തെ ചെറിയ ഏരിയകളിൽ ഏറ്റവും നല്ലത് കോലുമേൽ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് ഇതുപോലെ ലെവൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കൂടെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ നമ്മളിതാ ഈ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ എതിർ സൈഡിലാണ് നമ്മൾ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അപ്പം നമ്മൾ ഈ വാതിൽ തുറന്ന ഭാഗത്ത് ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും ക്രോസ് ആയി വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ക്രോസ് ആവാതാക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്ന സൈഡിലെ ചുമരിൽ നിന്ന് 2 സൈഡിലും കറക്റ്റ് അളവൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇവിടെ ഒരു വാതിൽ കട്ടിലിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു പഴയ, അത് കറക്റ്റ് ആ മാലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമുക്ക് ഈ കാണുന്ന ഒരു ബാത്റൂമിൻ്റെ അടിഭാഗം തന്നെ ഒരൊറ്റ ഫ്ലാറ്റാക്കി കണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പാർട്ടിക്ക് ഇതാ ഒരു ഡിസൈൻ ആക്കിയിട്ട് സ്റ്റെപ്പാക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയും ചെയ്യാം. ഏകദേശം ആ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നമുക്കിത് ആ പച്ചമ്മ തന്നെ ആ പലക, അതായത് പലകല്ല ആ വാതിൽക്കട്ടിലിൻ്റെ കഷ്ണം കറക്റ്റ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തക്കണേ ആ ഒരു ഫ്രെയിമിൻ്റെ അതേ കറക്റ്റ് ടോപ്പ് ലെവലിന് നമുക്കിത് ഒരു 60 സെൻറ്റ് നീളത്തിൽ ഇവിടുന്ന് നമ്മൾ ഈ ഇറങ്ങണ ഏരിയയിലും ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഫ്രെയിം ഒരു എൽ ഷേപ്പിൽ കറക്റ്റാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുളിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന താഴ്ചയിലാണ്. അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ സൈഡാക്കി വെച്ചിട്ടുള്ളത് 2 കല്ലാട്ടോ. ആ 2 കല്ലിപ്പോൾ കൊണ്ടുപോയി 2 കല്ല് കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ ഇതുപോലത്തെ പണിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലക അടിച്ചു കണ്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, ആ സാധനമൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഫുള്ള് ഫ്രെയിമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ 5:1 എന്നുള്ള എംസാൻഡ് 5:1 എന്നുള്ള റേഷ്യോയിൽ എംസാൻഡ് കൂട്ടിയിട്ട് ആ മെറ്റൽ ഇളകി പോവാതെക്കാൻ കറക്റ്റായിട്ട് തേച്ചിട്ട് ലൂസാക്കി തേച്ച് കണ്ട് ചൂലുകൊണ്ട് റഫാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ ടൈലൊട്ടിക്കാനുള്ളതല്ല, അതുകൊണ്ട് അത് സ്റ്റേജൊക്കെ റെഡിയാക്കി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ കാണുന്ന പുറത്ത് ചെറിയൊരു പണിയുണ്ട്. എന്താ വെച്ചാൽ ഈ കാണുന്ന ജനവാതിലിൻ്റെ സൈഡും തേച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നേരെ മുകളിലുള്ള എയറോൾസൊക്കെ കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ സൈറ്റിൽ ഏകദേശം ഞങ്ങളെ പണിയൊക്കെ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിത് അവിടെ ചെറിയൊരു പണിമ്പാടുണ്ട്. എന്താ വെച്ചാൽ ഈ കാണുന്ന കോഴിക്കൂട് ഒന്ന് പൊളിച്ച് കൊടുക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മളിതാ ഒരു സാധാ ആമർ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അടിച്ച് പൊട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന് വേണ്ടി നമ്മൾ മെഷീൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പൊളിച്ചതിനെ പറ്റുന്ന അഭിപ്രായം എന്താ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞോ? എന്ത് ഞങ്ങളിതാ കോഴിക്കൂടൊക്കെ അടിച്ച് പൊളിച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ വർക്കിൻ്റെ അതായത് വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഹാള് കാണാൻ കഴിയും. കണ്ടോ, ആ ഒരു കോമൺ ബാത്റൂം നിന്ന സ്ഥലമാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതേപോലത്തെ ഈ ഫ്ലോറിൽ വിരിച്ച് അതേ ടൈൽസ് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. പക്ഷേ അവിടെ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സൗകര്യം നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പോൾ ഞങ്ങളിതാ ഫുള്ളായിട്ട് ഇവിടെ ആ എൽ ഷേപ്പൊക്കെ തേച്ച് ഫുൾ സെറ്റപ്പ് ആക്കി. അത് മാത്രമല്ല ഈ ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കനം കുറച്ച് കണ്ട് അടിഭാഗം കണ്ടോ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ ലെവലിൽ നിന്ന് 1.5 ഇഞ്ച് കനം കുറച്ച് കണ്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ടൈൽസ് പണിക്കാർക്ക് അതൊരു ഡിസ്റ്റർബായി മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മളിതാ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഈ ഫ്ലോറിൽ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ ചെയ്ത ബാത്റൂം, ഈ ബാത്റൂമിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബാത്റൂം കണ്ടില്ലേ 2 സ്റ്റേജിൽ, അതായത് ഒരു എൽ ഷേപ്പ് ക്ലോസറ്റിൻ്റെ ടൈൽസിൻ്റെ കനം കുറച്ചിട്ട് ഒരു എൽ ഷേപ്പും അതുപോലെ കുളിക്കാനുള്ള ഏരിയ ഒരു ചെറിയ സ്റ്റേജ് ഒരു താഴ്ചയിലും ആണ് ആക്കിയിട്ടുള്ളത്. മാത്രമല്ല പിന്നെ ഈ സൈറ്റിലെ ഇതിൻ്റെ മുമ്പത്തെ 2 വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് തുറന്നു കണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഒരുപാട് റിനോവേഷൻ വർക്കിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.